Hi all, welcome to CC Plus. ഞാൻ അനന്തു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വീഡിയോയിലെ മെയിൻ കാര്യം എങ്ങനെ 11th അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 11th നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 23 ആണ്. അതേപോലെ എക്സാം ഡേറ്റ് വരുന്നത് 7th February ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കറക്റ്റ് ഈ സെപ്റ്റംബർ 23ലേക്ക് വേണ്ടി നോക്കിയിരിക്കാതെ ഒരു ഓഗസ്റ്റിൽ തന്നെ പരമാവധി ഫുൾ ആപ്ലിക്കേഷൻസും കൊടുത്ത് തീർക്കുക, സേഫ് ആയിട്ടിരിക്കുക. സൈറ്റ് എറർ വന്ന് നമുക്ക് പിന്നെ ചെയ്യല് പാടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള വീഡിയോ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഓൺലൈനിൽ ഗൂഗിളിൽ ഒന്നെങ്കിൽ navodaya.gov.in എന്ന സൈറ്റിൽ നോക്കുക. അതിൽ കിട്ടിയില്ല എങ്കിൽ നേരെ പോരേണ്ടത് ഓൾറൗണ്ടർ BSS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെർച്ച് ചെയ്യുക. അപ്പം നമുക്കിവിടെ ഒരു സൈറ്റ് വരും, ഓൾറൗണ്ടർ BSS എന്നുള്ളത്. സോ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. നമ്മുടെ navodaya.gov.in വരുന്നതും ഇതിനകത്ത് വരുന്നതും സെയിം പേജ് തന്നെയാണ്. ഹോം പേജിലേക്ക് കുറച്ചും കൂടെ ലാഗ് ഇല്ലാതെ എത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വേ യൂസ് ചെയ്യുന്നത്. ഇതിൽ എക്സാം കോർണർ എടുക്കുമ്പോൾ ഫോംസ് ഉണ്ടാവും. ഫോംസിൽ LEST ക്ലാസ് 11 എന്നുണ്ടാവും. സോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പേജ് വരും, ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ഓടി നടക്കുന്ന ഒരു പേജ്. സോ ഇതിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രോസ്പെക്ടസ് വായിക്കാനായിട്ടുള്ള ഒരു ഏരിയ നമുക്കുണ്ട്. പ്രോസ്പെക്ടസ് വായിക്കുക എല്ലാവരും. ഓക്കെ, പ്രോസ്പെക്ടസ് വായിച്ചിട്ടേ ഫില്ല് ചെയ്യാവുള്ളൂ, ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ദെൻ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഫോർ എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ എടുക്കുക. ഓക്കെ, ക്ലിക്ക് ഹിയർ കൊടുക്കുക. അപ്പൊ നമുക്കൊരു പേജ് വരും. ഇത് +1 കൊടുക്കാനുള്ള ഒരു പേജാണ്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് സെലക്ട് ദ സ്റ്റേറ്റ് ഓഫ് ക്ലാസ് 10. ഏത് സ്റ്റേറ്റിലാണ് ക്ലാസ് 10 പഠിക്കുന്നത്? കേരളയാണ് കൊടുക്കുക. ഡിസ്ട്രിക്റ്റ് കൊടുക്കുക എറണാകുളം ആണെങ്കിൽ എറണാകുളം, ഏതാണോ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ആ ഡിസ്ട്രിക്റ്റ് കൊടുക്കുക. നിങ്ങൾ താമസിക്കുന്ന ഡിസ്ട്രിക്റ്റ്, ഈ രണ്ട് ആൾക്കാരും ഒരേപോലെ വരേണ്ട ആൾക്കാരാണ് കേട്ടോ. ഈ പറയുന്ന ക്ലാസ് 10 ഏത് ഡിസ്ട്രിക്റ്റിലാണ് പഠിക്കുന്നത്, അതേപോലെ ഏത് ജില്ലയിലാണ് താമസിക്കുന്നത് എന്നുള്ളതും സെയിം ആയിട്ട് വരണം. പിന്നെ കൊടുക്കേണ്ട ആളാണ് നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് കൊടുക്കണം. മൊബൈൽ നമ്പറും കറക്റ്റ് ആയിരിക്കണം. ഡേറ്റ് ഓഫ് ബർത്ത്, ഈ റെഡ് സ്റ്റാർ ഇട്ടിരിക്കുന്ന എല്ലാം മാൻഡേറ്ററി സൈൻ ആണ്, അത് നിങ്ങൾ ഫില്ല് ചെയ്തേ പറ്റത്തുള്ളൂ കേട്ടോ. സോ ഡേറ്റ് ഓഫ് ബർത്തും കറക്റ്റ് ആയിട്ട് കൊടുക്കുക, ഇമെയിൽ ID കറക്റ്റ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ മദർ നെയിമും ഫാദർ നെയിമും ചോദിക്കുന്നുണ്ട്, കൊടുക്കുക. നാഷണാലിറ്റി കൊടുക്കുക. അതേപോലെ ഐഡന്റിഫിക്കേഷൻ മാർക്ക്, കാറ്റഗറി ജനറൽ ആണോ, SC ആണോ, ST ആണോ, OBC ആണോ എന്നുള്ളത് കൊടുക്കുക. ജെൻഡർ കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക, പിൻകോഡ് കൊടുക്കുക. ഓക്കെ, റെഡ് ഇല്ലാത്ത ആൾക്കാരെ, ആ റെഡ് ഡോട്ട് ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ ഫില്ല് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, മാൻഡേറ്ററി അല്ല. ഇനി ഡിസബിലിറ്റി ഉണ്ട് എങ്കിൽ യെസ് കൊടുക്കുക. അതിന്റെ പെർസെന്റേജ് ഒക്കെ എത്ര എന്നുള്ളത് നിങ്ങൾക്ക് ഉള്ള കുട്ടികൾക്ക് അറിയാം, പേരൻസിന് അറിയാം. അപ്പൊ അത് കൊടുക്കുക. ഇല്ലാത്തവരാണെങ്കിൽ നണ്ണ് കൊടുക്കുക, വേറെ ഒന്നുമില്ല. റിലീജിയൻ കൊടുക്കുക. ഓക്കെ, റിലീജിയൻ കൊടുക്കുക. ആനുവൽ ഇൻകം എത്രയാണോ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനി സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ 10th ക്ലാസ് പഠിച്ച സ്കൂളിന്റെ കാര്യങ്ങളാണ്. അപ്പൊ നെയിം ഓഫ് ദ സ്റ്റേറ്റ് ഒന്നും കൂടെ ഇവിടെ കൊടുക്കുക കേട്ടോ. ഓക്കെ, ചിലപ്പോൾ ഫില്ല് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും. മേളിലത്തെ നമ്മൾ ഫില്ല് ചെയ്തത് വെച്ച് ഓട്ടോമാറ്റിക്കലി വരും. വന്നില്ല എങ്കിൽ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നെയിം ഓഫ് ദ ഡിസ്ട്രിക്റ്റ് കൊടുക്കുക, സ്റ്റേറ്റ് കൊടുക്കുക, ഡിസ്ട്രിക്റ്റ് കൊടുക്കുക. സ്കൂള്, നിങ്ങൾ 10th ക്ലാസ്സിൽ പഠിച്ച സ്കൂളിന്റെ പേര് കൊടുക്കുക. ഗവൺമെന്റ് അപ്രൂവ്ഡ് ആണോ അല്ലയോ എന്ന് കൊടുക്കുക. മിക്കതുമാണ്. ഇനി അതേപോലെ സ്കൂൾ ലൊക്കേഷൻ വരുമ്പോൾ റൂറൽ, അർബൻ എന്നുണ്ടാവും. മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള സ്കൂളുകളാണെങ്കിൽ അത് അർബൻ എന്നും, പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന സ്കൂളുകളാണെങ്കിൽ അത് റൂറൽ എന്നും കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇനി ബോർഡ് ഓഫ് ക്ലാസ് 10 ഏത് ബോർഡാണ്, നമുക്ക് ആരോ ഇല്ല, അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സ്റ്റേറ്റ് CBSEയുടെ ഉണ്ടാവും, സ്റ്റേറ്റിന്റെ ഉണ്ടാവും, ICSEയുടെ ഉണ്ടാവും. ഏത് ബോർഡാണോ നിങ്ങൾ പഠിച്ചത് അത് നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യുക. സബ്ജക്ട് സ്റ്റഡിങ് ഇൻ ക്ലാസ് 10 എന്താണ്, ഇംഗ്ലീഷ്, ഹിന്ദി. അതിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ആണ് കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് ഇംഗ്ലീഷിലായിരിക്കും. ഇനി മെൻഷൻ ത്രൂ വിച്ച് കാൻഡിഡേറ്റ് സ്റ്റഡിങ് ഇൻ ക്ലാസ് 10 ഒന്ന് നമുക്കിവിടെ ആരോ ഉണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി ഉള്ളൂ, നമ്മൾ ഇംഗ്ലീഷ് ചൂസ് ചെയ്യണം. നമുക്കിവിടെ ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരിക. ഇനി സെഷൻ ഓഫ് ക്ലാസ് 10 സ്റ്റഡി, ഏതിലാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യണം. ഓക്കെ, ഇനി സ്ക്രോൾ ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ഇപ്പൊ 10th കഴിഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ സൈറ്റിലൊക്കെ പോയി നമ്മൾ ചെയ്യുവാണ് ചെയ്യുന്നത്. നവോദയയിലേക്ക് അതും നമ്മൾ ഇപ്പൊ തന്നെ ചെയ്യുവാണ്, +1 ഏത് സ്ട്രീമിലേക്ക്. കാരണം നിങ്ങൾ 10th പഠിക്കുമ്പോൾ തന്നെയാണ് ഇത് എഴുതുന്നത്, കഴിഞ്ഞിട്ടല്ല. 10th പഠിക്കുമ്പോഴാണ് നിങ്ങൾ എഴുതുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ആദ്യത്തെ ഇത് സെലക്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടത് സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, വൊക്കേഷണൽ. ഞാൻ ചൂസ് ചെയ്യുന്നത് സയൻസ് ആണ്. അപ്പൊ സയൻസ് എടുക്കുമ്പോൾ സെലക്ട് ദ ക്ലാസ്. ഓക്കെ, അത് ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ ഡിസ്ട്രിക്റ്റ് കൊടുക്കണം. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ കൊടുക്കുന്നത് സയൻസ് ആണെന്ന് വെച്ചോളൂ. അപ്പൊ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ ഒരു ഡിസ്ട്രിക്റ്റിന്റെ ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങൾ ഡിസ്ട്രിക്റ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് വരാത്തത്. അപ്പോൾ സയൻസ് കൊടുക്കുമ്പോൾ ഇവിടെ ഏത് ഡിസ്ട്രിക്റ്റ് വരും, അത് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒരെണ്ണത്തിൽ എറണാകുളം കൊടുത്താൽ, ഒരെണ്ണത്തിൽ കോട്ടയം കൊടുക്കാം, ഒരെണ്ണത്തിൽ ആലപ്പുഴ കൊടുക്കാം. അങ്ങനെ 3 ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ രണ്ടാമത്, ആദ്യം നമ്മൾ സയൻസ് ചൂസ് ചെയ്തു, ഇനി നമ്മൾ കൊമേഴ്സ് ചൂസ് ചെയ്യുകയാണെന്ന് വെച്ചു. ഇവിടെ കൊമേഴ്സ് ചൂസ് ചെയ്താൽ തിരുവനന്തപുരം വെക്കാം, കോട്ടയം വെക്കാം, പത്തനംതിട്ട വെക്കാം. അതാത് ഡിസ്ട്രിക്റ്റുകളുടെ ആ കൊമേഴ്സ്
എന്ന് പറഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റ് ഉള്ള എല്ലാ ജില്ലകളിലും എല്ലാം ഇല്ല. അപ്പോൾ ഏത് ജില്ലകളിലാണോ ഉള്ളത് ആ ഡീറ്റെയിൽസ് വരും. അത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ അടുത്തുള്ള 3 ജില്ലകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുവനന്തപുരം ഇന്നിങ്ങേ അറ്റത്ത് കിടക്കുന്ന നേരത്ത് അങ്ങേ അറ്റത്ത് പോയി പഠിക്കണമെങ്കിൽ അതിനും ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ സയൻസ് ഉള്ള ജില്ലകളിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻസ് 3 വെച്ചിട്ട് വെക്കാം. 3 ജില്ലകളിലേക്ക് അത് അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് കഴിയുമ്പോൾ സ്ക്രോൾ ചെയ്യുക. അപ്ലോഡ് കാൻഡിഡേറ്റ് ഫോട്ടോ, കാൻഡിഡേറ്റിന്റെ ഫോട്ടോ കൊടുക്കണം, കാൻഡിഡേറ്റിന്റെ സൈൻ കൊടുക്കണം, പേരന്റിന്റെ സൈനും കൊടുക്കുക. ഇത് 3ഉം പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിൽ കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് സേവ് ആൻഡ് പ്രിവ്യൂ ഉണ്ടാവും. സേവ് ആൻഡ് പ്രിവ്യൂ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓവറോൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഈ പ്രിവ്യൂ ചെയ്തത്, ഒരു മിനിറ്റ്, പ്രിവ്യൂ ചെയ്തത് എന്ത് ചെയ്യുക, എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ ആ ഒരു പേജ് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് വെക്കുക. പരീക്ഷയ്ക്ക് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് മുന്നേ നമുക്ക് അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ നമുക്ക് അത് വെച്ചിട്ട് വേണം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. ഇനി ഓഫ്ലൈനിൽ പോയി ചെയ്യാനൊന്നുമില്ല. കറക്റ്റ് നിങ്ങൾ ഓഗസ്റ്റിൽ തന്നെ എല്ലാം തീർത്ത് വെച്ചാൽ സേഫ് ആണ്. പിന്നെ സൈറ്റ് എറർ ഒന്നും പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്.